ഹലോ സുഹൃത്തുക്കളെ, MGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാച്ചുറൽ ടൈറ്റേനിയം വേരിയൻ്റ് ആയിട്ടുള്ള iPhone 15 പ്രോയുടെ അൺബോക്സിംഗ് ആയിരുന്നു കണ്ടത്. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ടൈറ്റേനിയം വേരിയൻ്റ് ആയിട്ടുള്ള iPhone 15 Pro ആണ്. നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു iPhone 15 Pro ആക്ച്വലി UAE ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഡെലിവറി ഓപ്ഷനാണ് ചൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ ഒരു എക്സ്ട്രാ പാക്കിംഗ് എല്ലാം. നാച്ചുറൽ ടൈറ്റേനിയം iPhone 15 പ്രോയുടെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള ബോക്സാണ്. നമുക്ക് ഈ ബോക്സിൽ എഴുതിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. iPhone 15 Pro 256 GB ബ്ലാക്ക് ടൈറ്റേനിയം, അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് 6.1 ഇഞ്ച്, 187 ഗ്രാം വെയിറ്റ്, ഇതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ ബോക്സിൻ്റെ അകത്ത് എന്തെല്ലാമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കൂടി ഇതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. iPhone 15 സീരീസിൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ അധികം തിരക്കാണ് അനുഭവപ്പെട്ടത് ബുക്കിങ്ങിനായിട്ട്. മുമ്പ് കാണാത്ത രീതിയിലുള്ള തിരക്ക് തന്നെ ആയിരുന്നു. ഞാൻ UAEയിലും അതുപോലെ തന്നെ തായ്ലൻഡിലെ സ്റ്റോറിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. വളരെ ലിമിറ്റഡ് യൂണിറ്റ്സ് മാത്രമേ അവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ബ്ലാക്ക് ടൈറ്റേനിയം ഫിനിഷിലുള്ള iPhone 15 Pro നമുക്ക് കാണാൻ സാധിക്കും. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. 3 വലിയ ലെൻസുകൾ കാണാം, അതുപോലെ തന്നെ ലൈഡാർ സ്കാനർ, ആപ്പിളിൻ്റെ ലോഗോ, അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷ് കാണാൻ സാധിക്കും. ബാക്ക് സൈഡിൽ ഒരു മാറ്റ് ഫിനിഷാണ്, വളരെ സ്മൂത്താണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും വരാനുള്ള ചാൻസസ് ഇല്ല. വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ്, വളരെ നല്ലൊരു കളർ വേരിയൻ്റ് തന്നെയാണ്. നാച്ചുറൽ ടൈറ്റേനിയം പോലെ തന്നെ വളരെ നല്ലൊരു കളർ തന്നെയാണ് ബ്ലാക്ക് ടൈറ്റേനിയവും. ഇനി വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ്, പക്ഷേ ഒരു ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ടൈറ്റേനിയത്തിനേക്കാളും കൂടുതൽ ഫിംഗർ പ്രിൻറ്റ്സ് വരാനുള്ള ചാൻസസ് അവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു കളർ വേരിയേഷൻ കാണുന്നുണ്ട്. ഇനി ആ ഒരു പേപ്പർ കവർ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ കാണാം. iPhone 15 Pro ബ്ലാക്ക് ടൈറ്റേനിയം, വൈറ്റ് ടൈറ്റേനിയം, ബ്ലൂ ടൈറ്റേനിയം, അതുപോലെ തന്നെ നാച്ചുറൽ ടൈറ്റേനിയം, അങ്ങനെ 4 കളർ വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡാണ് പ്രൊട്ടക്ഷനായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് ടെക്സ്ചേർഡ് മാറ്റ് ഗ്ലാസ് ആണ്. ടൈറ്റാനിയം ഫ്രെയിമാണ് ബോഡിയിൽ സൈഡ് ഫ്രെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ പ്രാവശ്യം. അലൂമിനിയത്തിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടി ഇൻസൈഡുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലെ ഗ്ലാസ്സൊക്കെ എന്തെങ്കിലും ക്രാക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് പ്രൈസ് കുറവായിരിക്കുമെന്നാണ് ആപ്പിൾ പറയുന്നത്. 15 Pro കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ വളരെ നല്ലൊരു ഫീലാണ്. റൗണ്ട് ചെയ്തിട്ടുള്ള എഡ്ജസ് ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ വളരെയധികം കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് 15 Pro 14 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ് ടൈറ്റേനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. ബോക്സിനുള്ളിലായിട്ട് സിം എജക്ടർ ടൂൾ, അതുപോലെ തന്നെ സേഫ്റ്റി വാറണ്ടി ഇൻഫർമേഷനൊക്കെ ഉള്ള പേപ്പേഴ്സ്, അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റിക്കറൊക്കെ കാണാൻ സാധിക്കും. വൈറ്റ് സ്റ്റിക്കർ തന്നെയാണ് ഈ ഒരു ബോക്സിൽ നൽകിയിരിക്കുന്നത്. ഐഫോണിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഈ വർഷം പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വന്നത്. വളരെ നാളുകളായിട്ട് ആളുകൾ ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഐഫോൺ മോഡൽസിൽ കൊടുക്കുക എന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഇത്തവണയുള്ള മോഡലുകളിൽ ആപ്പിൾ ചാർജിങ് പോർട്ട് ടൈപ്പ് സി തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ടൈപ്പ് സി കണക്ടർ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ചാർജിങ് കേബിൾ നമുക്ക് ബോക്സിൽ കാണാം. ബോക്സിനകത്ത് മറ്റ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബോക്സ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 15 Proയിലും 15 Pro Maxലും ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മേജർ ഡിഫറൻസ് വരുന്നത് ടെലിഫോട്ടോ ക്യാമറയുടെ സ്പെസിഫിക്കേഷനിലാണ്. 15 Pro Maxൽ 5 times ഒപ്റ്റിക്കൽ സൂമാണ് നൽകിയിരിക്കുന്നത്. 15 Proയിൽ 3 times ആണ് ഒപ്റ്റിക്കൽ സൂം വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും 12 മെഗാപിക്സലിൻ്റെ സെൻസർ വരുന്ന 1.9 അപ്പറേച്ചർ വരുന്ന ഒരു ക്യാമറയാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് ID ഉണ്ട്. ഫേസ് റെക്കഗ്നിഷൻ്റെ ആ ഒരു അൺലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത്. റിയർ സൈഡിലായിട്ട് 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്, 1.78 ആണ് അപ്പറേച്ചർ വരുന്നത്. 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയുണ്ട്, 2.2 ആണ് അപ്പറേച്ചർ വരുന്നത്. 3 times ടെലിഫോട്ടോ ക്യാമറ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ 2.8 അപ്പറേച്ചർ ആണ് വരുന്നത്. ഇനി നമുക്ക് സിം പഴയ ഫോണിൽ നിന്നും പുതിയ 15 Proയിലേക്ക് മാറ്റിയിടാം. പഴയ ഫോൺ മോഡൽ S23 ആണ്. അപ്പോൾ S23യിൽ നിന്നും എൻ്റെ എയർടെലിൻ്റെ സിമ്മാണ്, എയർടെലിൻ്റെ സിം 15 Proയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. iPhone 15 Proയിലും 15 Pro Maxലും ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് A17 Pro എന്ന് പറയുന്ന 3 nanometer ഫാബ്രിക്കേഷൻ പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ടുള്ള വേൾഡിലെ ഏറ്റവും ആദ്യത്തെ ചിപ്സെറ്റാണ്. വളരെയധികം പവർ എഫിഷ്യൻസിക്കും അതുപോലെ തന്നെ ഗ്രാഫിക്സ് പെർഫോമൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിപ്സെറ്റാണ് A17 Pro.
iPhone 14 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10% വെയിറ്റ് റിഡക്ഷനാണ് ആപ്പിൾ 15 പ്രോയ്ക്ക് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് അല്ല, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രീമിയം ഫീലൊക്കെ ഉണ്ട്, വളരെയധികം കംഫർട്ടബിൾ ആണ്. ആ ഒരു ഷാർപ്പ് എഡ്ജസൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോൺ മോഡൽ തന്നെയാണ്. വളരെ പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ആപ്പിൾ ലോഗോ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 1 Hz മുതൽ 120 Hz വരെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് നൽകുന്ന വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് റേറ്റിംഗ് പറയുന്നത് IP68 ആണ്. മാക്സിമം ഡെപ്ത് 6 മീറ്റേഴ്സ്, 30 മിനിറ്റ്സ് ടൈമിലേക്കായിട്ടാണ് ഈ ഒരു റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. സാംസങ് അതുപോലെ തന്നെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു IP റേറ്റിംഗ് ആണ് ഈ ഒരു ഫോൺ മോഡലിനുള്ളത്. ബിൽറ്റ് ഇൻ മൈക്രോഫോൺസ് 3 നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻസൈഡ് സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും 8GB റാം ആണ് ഈ ഒരു iPhone 15 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 128GB, 256GB, 512GB, 1TB വരേക്കുമുള്ള സ്റ്റോറേജ് വേരിയൻസ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Wi-Fi 6E ആണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iPhone 15 ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഫിസിക്കൽ സിം കൂടാതെ തന്നെ ഇ സിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും iPhone 15 പ്രോയിൽ വരുന്നുണ്ട്. ഒരു ഇ സിമ്മും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ സിമ്മും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 3274 mAh ബാറ്ററിയാണ് iPhone 15 പ്രോയിൽ വരുന്നത്. വയേർഡ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത് 20 വാട്ടിൻ്റെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 15 വാട്ട് മാക്സ് സേഫ് ചാർജിങ് അതുപോലെ തന്നെ 7.5 വാട്ടിൻ്റെ നോർമൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ മോഡലിൻ്റെ പ്രൈസ് റിലേറ്റഡ് ഡീറ്റെയിൽസ് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ എക്സ്പീരിയൻസ് മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.